ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പവിത്ര എടുത്തി കാവിശ്ശേരി പോയിട്ട് വിജിതയ്ക്കും അച്ഛൻ കരുണനും അമ്മയ്ക്കും ഒക്കെ താക്കീത് നൽകി വീട്ടിലേക്ക് തിരിച്ചങ്ങ് പോവുകയാണ്. അതേസമയം കാർത്തിക വീടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ദീപൻ്റെ കൂടെ വിജിതേനെ പലതവണകളായി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്തിങ്ങനെ നിൽക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും പവിത്ര എടുത്തി കാവിശ്ശേരി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. പെട്ടെന്ന് പവിത്ര എടുത്തിനെ കണ്ടിട്ട് കാർത്തൂനൊന്നും മിണ്ടാനായിട്ടുണ്ടാവില്ല. വേഗം പവിത്ര എടുത്തി പറയും, കാർത്തു, ഞാനെല്ലാം അറിഞ്ഞു, പപ്പൻ എന്നോടെല്ലാം പറഞ്ഞു. എന്നാലും കാർത്തു, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൾ ഇങ്ങനെ ഒരു പെണ്ണാണെന്ന്. ഇങ്ങനത്തെ ഒരൊക്കെ നമ്മളെ എന്നോ കൊന്നുകളയാ വേണ്ടത്. അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, നമുക്കിവിടെ നിൽക്കണ്ടേ, എവിടേക്കെങ്കിലും പോവാ എന്നൊക്കെ. പോകാനൊരിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് പോയേനെ. എന്നാലും ഉണ്ണീൻ്റെ കാര്യം ആലോചിക്കുമ്പം എന്തോ ഒരു വിഷമം. എന്തിനാ വിഷമിക്കുന്നേ? ആ ഉണ്ണിയേട്ടനിപ്പം അവളൊരു മാലാഖ്യ, മറ്റുള്ളവരാണ് അവർക്ക് മാലാഖ. എന്നാലും മോളെ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഭർത്താവ് കൂടെയുള്ള സമയത്ത് അന്യപുരുഷന്റെ കൂടെ കറങ്ങുന്ന കുട്ടി സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറയും. പക്ഷേ ഇത് കണ്ണേട്ടനോട് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ അവളെ വെട്ടിക്കൊല്ലും, കൂടെ അവളുടെ അച്ഛനെയും. അതുപോലൊരു ചതിയല്ലേ ഉണ്ണീനോട് കാണിച്ചത്. ഞാനിതുവരെ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൾ ഓടി വരും ആരെങ്കിലും അറിഞ്ഞിട്ട്, ഞാനാണോ അവരോട് പറഞ്ഞത് എന്ന്. ഇപ്പം മനസ്സിലായില്ലേ പവിത്രടുത്തി, എന്തിനാ വിജിത നമ്മളോട് കൂട്ടുകൂടാൻ വന്നതെന്ന്. അവൾ രണ്ടാണുങ്ങളുടെയും നടുവിലായപ്പം അവൾക്ക് അടവ് മാറ്റി ചവിട്ടാൻ നമ്മളുടെ കൂട്ട് വേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും എനിക്ക് അവളോടുള്ള വെറുപ്പ് മാറില്ല. അവളോട് പക തന്നെയായിരിക്കും. നമ്മുടെ തറവാട്ടിലേക്ക് ഇതുപോലൊരുത്തി വന്ന് കയറരുതായിരുന്നു. എന്നാലും ചേച്ചി, ആ ദീപൻ എന്ന് പറഞ്ഞ ആള് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊന്നുകളയും. കൊല്ലട്ടെ, കൊല്ല് തന്നെയാണ് വേണ്ടത്. എന്നാലും ഉണ്ണിക്ക് പണമായിരുന്നു വേണ്ടതെന്നുണ്ടെങ്കിൽ ലോകത്ത് എത്ര ആൾക്കാരുണ്ട് പണമുള്ളതും സൗന്ദര്യമുള്ളതും നല്ല സ്വഭാവമുള്ളതും. ഇവളെ തന്നെയാണല്ലോ കിട്ടിയത്. ഉണ്ണിയേട്ടന് ഒരു ഹോസ്പിറ്റൽ എഴുതി കിട്ടിയല്ലോ, അത് മതി ഉണ്ണിയേട്ടന്. സ്നേഹം അതൊന്നും ഉണ്ണിയേട്ടനൊരു പ്രശ്നമല്ല. മോള് പറയുന്നത് നേരാ. നമ്മളിവിടെ നിന്നാൽ ചിലപ്പോൾ നമ്മളവളെ കൊല്ലെങ്കിലും ചെയ്യും. അതെ ചേച്ചി, അവൾ കുറേ മാറി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വീഴുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയം അവൾക്ക് തീർപ്പായി കഴിഞ്ഞാൽ അവൾ നമ്മളെ കൊല്ലും. കണ്ണേട്ടനെ കുടിക്കുക പോലെ എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കാനും അവൾ മടിക്കില്ല. പവിത്രടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് സങ്കടത്തോടെ അങ്ങനെ പറയും, എന്ത് ചെയ്യാനാ, കണ്ണേട്ടന് കുറേ ആഗ്രഹമായിരുന്നു അവനൊരു ഡോക്ടറാക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അവനെ ഡോക്ടറാക്കി. വല്ല ഗവൺമെൻറ് ജോലിയും ആയിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ ആഗ്രഹിക്കില്ലായിരുന്നു വിജിതേൻ്റെ വീട്ടുകാരും വിജിതയും. അങ്ങനെയെങ്കിൽ ജയിലിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദീപൻ തന്നെ അവളെ കെട്ടിയിരുന്നേ. ശരിക്കും ദീപൻ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ ചേച്ചി നല്ലത്? അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ അന്ന് ജയിലിൽ പോയത്. അവളൊരു കൊലയാളിയാണ്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയി തിരിച്ചു വന്ന് അവന് കിട്ടിയതോ ഒക്ടോബർ 25 അവളെ ദീപൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതും ഞാൻ അറിഞ്ഞു. എന്നാലും അവൾക്ക് എന്തൊരു ധൈര്യം. ഇതൊക്കെ ശീലിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല ചേച്ചി. പിന്നെ ഇവിടെ ദീപൻ നിസ്സാരക്കാരനല്ല. അതുകൊണ്ടാണ് വിജിതേൻ്റെ വീട്ടുകാരും വിജിതയും ഇങ്ങനെ പേടിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവളെ കൊല്ലും. മരണഭയാണ് അവൾക്കിപ്പോൾ. അന്ന് നമ്മുടെ നന്ദനമോള് ആശുപത്രിയിൽ കിടന്നപ്പോൾ ദീപനും ഉണ്ടായിരുന്നു അവിടെ. അയാളെ അപകടപ്പെടുത്താൻ നോക്കിയതാ, പക്ഷേ എങ്ങനെയോ അയാൾ രക്ഷപ്പെട്ടു. അയാളെ അപകടപ്പെടുത്തിയത് കരുണമാമനല്ലാണ്ട് ഇവിടെ ആരാണ്? ആര് മരിക്കണം ആര് ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ അയാളല്ലേ. ആര് ജീവിക്കും ആര് മരിക്കും എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏട്ടത്തിയെന്നും പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് അങ്ങ് പോകും. ഏട്ടത്തിയാണെങ്കിൽ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ടിങ്ങനെ നിന്ന് നിൽക്കുകയായിരിക്കും. വീട്ടിലിരുന്നിട്ട് പവിത്രടുത്തേക്ക് ഒരു സമാധാനം കിട്ടാതായപ്പോൾ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പവിത്രടുത്ത് ജയിലിലേക്ക് പോകും. ജയിലിൽ കണ്ടിട്ട് കണ്ണേട്ടനോട് അവൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. സുഖവിവരങ്ങളും വിജിതനെക്കുറിച്ചും ഒക്കെ ചോദിക്കും. കഴിഞ്ഞ തവണ എന്നെ കാണാൻ വന്ന സമയത്ത് കാർത്തു പറയുണ്ടായിരുന്നു ഉണ്ണീനെ വിജിത ചതിക്കുകയാണെന്നൊക്കെ. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. എന്നാലും നിനക്കതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ധാരണ ഉണ്ടാവുമല്ലോ. എത്ര പറഞ്ഞതാ കണ്ണേട്ടനോട് അവൾ ഉണ്ണിക്ക് പറ്റുന്ന പെണ്ണല്ലെന്ന്, എന്നിട്ട് കേട്ടില്ലല്ലോ. ഞാനും കാർത്തു പറയുന്നതിനോടാണ് യോജിക്കുന്നത്. എന്താടി ഇപ്പോഴത്തെ പ്രശ്നം? അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല. എന്നാലും ഉണ്ണി വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതെന്താ, അവൾക്ക് മറ്റാരോടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഉണ്ണി ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. കരുണനും വിജിതയും ഒന്നിനുമേലൊന്നിനായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. എന്തായാലും നിങ്ങൾ രണ്ടാളും സൂക്ഷിച്ചിരിക്കണം. എൻ്റെ കാര്യം പോട്ടെ, ആ കാർത്തൂനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടൂടെ? അരുൺ സാറ് എത്ര തവണ വന്നതാ വിവാഹാഭ്യർത്ഥനയായിട്ട്, പക്ഷേ അവളൊന്നിനും വഴങ്ങുന്നില്ല. ഇവിടെയും വന്നിരുന്നു എൻ്റെ അടുത്ത്, കുറേ പറഞ്ഞു. എന്തായാലും ഒന്നുറപ്പിച്ചോ, അരുൺ സാറ് തന്നെ അവളെ കെട്ടും. എന്നാലും കണ്ണേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല വിജിത. ഉണ്ണി ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവളുടെ കല്യാണ ദിവസം നമ്മൾ അനുഭവിച്ചില്ലേ ഉണ്ണീനെ ആലോചിച്ചിട്ട്? അതിലും കൂടുതൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഉണ്ണി. എന്നാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പവിത്രേ.
ഒരു സമയത്ത് അവൻ എൻ്റെ അനിയനല്ലായിരുന്നു, ഞാൻ അവന് അച്ഛനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക്, അങ്ങനെയുള്ള എൻ്റെ മോന് ഞാൻ എങ്ങനെയാണ് അവനെ തകർച്ചയ്ക്ക് കാണാൻ വേണ്ടി നിൽക്കുക? പാവം കണ്ണേട്ടന് ഇപ്പോഴും ഉണ്ണീനെയോ വിജിതേനെയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, സത്യാവസ്ഥയൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പവിത്രടുത്തേക്ക് നല്ല സങ്കടമായി ഉണ്ടാവും. എങ്കിലും തകരും. കരുണമ്മ വളർത്തിയ മൂർഖമ്പാമ്പിനെയാണ് അവനെടുത്ത് തലയിലിട്ടത്. പിന്നെ എവിടെ പോവാനാ? ഇപ്പോഴെങ്ങാനും ജാമ്യം കിട്ടുമോ കണ്ണേട്ടാ? ഒരുപാട് പേര് സാക്ഷി പറഞ്ഞുകൊണ്ട് ജാമ്യം കിട്ടാൻ പാടായിരിക്കും. അങ്ങനെയല്ലേ ഇവിടെ പോലീസുകാർ കേസെഴുതിയത്. ഇനി ജാമ്യം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അല്ലടി, നീ ഒറ്റയ്ക്കല്ലേ വന്നത്? വേഗം പോയിക്കോ വീട്ടിലേക്ക്. വേഗം ഇവിടെ നിന്ന് സമയം കളണ്ട. അതും പറഞ്ഞുകൊണ്ട് കണ്ണേട്ടൻ വേഗം അങ്ങ് പോകും. അപ്പോഴേക്കും കാവശ്ശേരിയിൽ നിന്നും വിജിത മതിലകത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. എന്നിട്ടും ടെൻഷനായിരിക്കും എന്താ ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഓരോന്നാലോചിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. ആ സമയത്തേക്കും കാർത്തിക അതിലൂടെ ഇങ്ങോട്ട് പോയത്. വിജിത കാർത്തികനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, അല്ലടി നീ എന്തെങ്കിലും പറഞ്ഞോ പവിത്രടുത്തിനോട്? ഞാനായിട്ടൊന്നും പറയാൻ പോയിട്ടില്ല. ഇനിയിപ്പം എവിടുന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ അറിഞ്ഞു. അവരുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. നീ എന്നെ കൊലയ്ക്ക് ഒരുക്കോടി, നീ തന്നെയാണ് പറഞ്ഞത്. എനിക്കങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതറിഞ്ഞ സമയത്തെ എല്ലാവരോടും അങ്ങ് പറയാമായിരുന്നു. നീ അധികം നെകളിക്കണ്ട. അതെ, ഈ തറവാട് അത് എൻ്റെ പേരിലാണ്, അത് മറന്നു പോണ്ട. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് വെളിയിലേക്ക് പറഞ്ഞേക്കാമെന്ന് നീ ആരും കരുതണ്ട. എനിക്ക് ഇതാരോടും പറഞ്ഞിട്ട് ഒരു നേട്ടവും കിട്ടാനില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ണേട്ടനൊക്കെ എന്ന് അറിഞ്ഞാൽ നീ കരുതിയിരുന്നോ? എന്നാൽ നീ ഉണ്ണേട്ടനെയും കണ്ണേട്ടനെയും കൂടെ അങ്ങ് അറിയിക്കി. അവരെ കൂടെ എന്തിനാ ബാക്കി വെക്കുന്നേ? ഒരാളെ ഭാര്യയായി കഴിയുക, മറ്റൊരു സമയത്ത് കാമുകനോട് കൂടെ ബൈക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുക. നീയൊക്കെ ഒരു പെണ്ണാണോടി? എന്നോട് ഈ കഥകളൊക്കെ പറഞ്ഞു തന്നവർ പറഞ്ഞില്ലേടി എൻ്റെ ഗതികേടിനെ കുറിച്ച്? അതൊന്നും എന്താ പറഞ്ഞു തരാഞ്ഞത്? നീ ഒരു സമയം ഒരാളെ അല്ല 2 പേരെയാണ് നീ ചതിച്ചത്. ദീപൻ എന്ന ആളെ നിനക്ക് വേണ്ടിയിട്ടാണ് ജയിലിൽ പോയതെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ കാത്തിരിക്കേണ്ടിയിരുന്നു. ആ സമയത്ത് നീ പോയി ഉണ്ണിയേട്ടനെ കല്യാണം കഴിക്കുകയല്ല വേണ്ടത്. അതെ, എനിക്കൊരു കാര്യം ഉറപ്പായി, നീയായിരിക്കും ദീപനോടും മറ്റുള്ളവരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ പറയാതെ വേറെ ആരും അറിയില്ല എന്നാണോ നിന്റെ വിചാരം? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാ നിന്റെ കല്യാണം? ഇത് കേട്ടതും വിജിത ഇങ്ങനെ നോക്കി നിൽക്കും. ഇവളെന്തോ അറിഞ്ഞ പട്ടിലാണല്ലോ. ഒക്ടോബർ 25 അല്ലേ? അതിന് ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ. ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നീ പോയി ചാവടി. ഒരു ഭർത്താവുള്ള സമയത്ത് വേറൊരു തന്നെ പോയി പിന്നെയും കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും അപ്പച്ചി അങ്ങോട്ട് കയറി വരുന്നത്. ഒന്നും അറിയാതെയാണല്ലോ അപ്പച്ചി വരുന്നത്. വേഗം തന്നെ കാർത്തൂനെ പിടിച്ചിട്ട് ചോദിക്കും, നീ ആരോടടി സംസാരിക്കുന്നേ? ആരോടാ നീ ഒച്ച ഉയർത്തി സംസാരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുടി പിടിച്ചിങ്ങനെ വലിക്കും. കുറേ ആയല്ലോ കാർത്തികേനെ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നു അപ്പച്ചി. അവൾക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ടാവും. ആ പിടിച്ച കൈ തിരിച്ച് പിടിച്ചിട്ട് കാർത്തിക ഇങ്ങനെ പറയും, അമ്മയുടെ മരുമകളോട് തന്നെയാ. ഇതുവരെ അപ്പച്ചിനോട് കാർത്തിക എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അപ്പച്ചി തന്നെ ഇവക്കെന്ത് പറ്റി എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള അർഹത അവക്കുണ്ട്, അതേപോലെ തന്നെ എനിക്കും പറയാനുണ്ട്. അതുകൊണ്ട് അപ്പച്ചി ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. കാർത്തുവിൻ്റെ പെരുമാറ്റത്തിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അപ്പച്ചി ഇങ്ങനെ എന്ത് പറ്റി ഇവക്ക്, എന്താ ഇവക്കുണ്ടായ പെട്ടെന്നുള്ള മാറ്റം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വാ തുറന്ന് നിന്ന് പോവുണ്ടാവും. എന്താ മോളെ ഇതൊക്കെ? നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് നിന്നോട് ചാവാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ടേ പോകൂ. അതും പറഞ്ഞ് വിജിത അവിടെ നിന്ന് പോവും. കാർത്തികയും പോയിട്ടുണ്ടാവും. അപ്പച്ചയ്ക്ക് ഇതൊന്നും മനസ്സിലാവാതെ അവിടെ അങ്ങനെ നിൽക്കും. ഇതേസമയം കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് പവിത്രടുത്തി അരുൺ സാറിനെ പോയി കാണും. അരുൺ സാർ ഇങ്ങനെ പറയും, പവിത്രടുത്തി പേടിക്കണ്ട, എന്തായാലും ദീപനെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അയ്യോ, അവനറിഞ്ഞോ? ആ, പക്ഷേ പപ്പേട്ടനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞ ഭാഗത്തിലല്ല സംസാരിച്ചത്. ദീപൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരട്ടെ, മിക്കവാറും അവൾ ഇല്ലാതാവും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനൊരു സന്ദർഭം അവിടെ ഉണ്ടാവരുത്. കാരണം ദീപൻ ഇനിയും ജയിലിൽ പോവേണ്ട ആളല്ല. അവനൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അതാണ് അവൻ ചെയ്തൊരു തെറ്റ്. എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ദീപൻ. അതുകൊണ്ട് തന്നെ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനിയിപ്പം വിജിത ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദീപം മരിക്കേണ്ടി വരും. എന്നാലും അവളെ ആലോചിച്ചിട്ടല്ല, എൻ്റെ ഉണ്ണീനെ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. എന്നാലും കുറച്ചൊക്കെ അവനും അനുഭവിക്കണം. ദൈവത്തിനെ നിന്ദിച്ച ആളാ അങ്ങനെ ചെയ്തത് അവൻ എല്ലാവരോടും. ഇപ്പം കാർത്തുവാണ് അവളുടെ കണ്ണിലെ കരട്. അവളെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എനിക്ക് പേടി. ഇതാ കേട്ടപ്പം അരുൺ സാറിന് നല്ല സങ്കടമായിട്ടുണ്ടാവും. എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണ്. എന്നാലും എന്നോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞു. ഒന്ന് ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ അവിടെ നിർത്തില്ലായിരുന്നു. ഞാൻ കൂടെ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു. എന്തായാലും നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണേ. എല്ലാം അവസാനിക്കാൻ പോവുക എന്നുള്ളൊരു അവസ്ഥ വരുമ്പം നിക്കക്കള്ളിയില്ലാതെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. വേണമെങ്കിൽ നമ്മളെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ സമയത്തേക്കും ദീപൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പം അരുൺ സാർ ചോദിക്കും, ആളെ മനസ്സിലായോ?
ആ മനസ്സിലായി. ദീപൻ അടുത്തെത്തിയതിന് ശേഷം അരുൺ സാർ ഇങ്ങനെ പറയും. പവിത്രടുത്തി എല്ലാം അറിഞ്ഞു. ആ 10-25 വയസ്സ് വരെ വീട്ടിൽ വാസം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ജയിൽ വാസം. ഇനിയിപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും വേണ്ടാതായി. എല്ലാം ക്ഷമിച്ചതും സഹിച്ചതും പുറത്തു വരുന്ന സമയത്ത് എന്നെയും കാത്തൊരു പെണ്ണുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്താക്കാനാ, അവിടെ നിന്നാണ് ഏറ്റവും വലിയൊരു അടി കിട്ടിയത്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അവളെൻ്റെ നെഞ്ചിൽ കടാരാക്കിയില്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവളിവിടെ ചെയ്തു വെച്ചത് മറ്റൊന്നാ. എന്നെ അവിടെ നിന്ന് തൂക്കിലേറ്റിയിട്ട് അവളിവിടെ മറ്റൊരാളെ പോലെ സുഖിച്ച് ജീവിക്കുന്നു. എന്തായാലും മോനെ, അത് നന്നായില്ലേ, നീയെങ്കിലും രക്ഷപ്പെട്ടില്ലേ. അങ്ങനെയല്ല വേണ്ടത്. അവൻ അറിയണം അവളുടെ സ്വഭാവം. അവളെയും പഠിപ്പിക്കണം അവൾ എങ്ങനെ ആവരുത് എന്ന്. അവൾ കളിച്ചത് തീക്കളിയാണ്. അവൾ അതിനെ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും കണ്ണേട്ടനെ വെറുതെ ജയിലിൽ അടപ്പിച്ചതുപോലെ, എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതുപോലെ അവളും അവളുടെ വീട്ടുകാരും അതിനനുഭവിക്കുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഇങ്ങനെ അയച്ചത്. എന്തായാലും നിങ്ങളിനി ഭയപ്പെടേണ്ട കരുണനെ അവിടെയൊന്നും. അതിന് ഞാനുണ്ട്. ഞാൻ ശരിയാക്കിക്കോളാം അവരെ. ഇത് കേട്ട് പവിത്രരുത്തി പറയും, എനിക്കിതിനൊന്നും പറയാനില്ല. കഴിയെങ്കിൽ എല്ലാം ഒന്ന് ഒഴിവാക്ക്. നല്ലപോലെ ജീവിക്കാൻ നോക്ക്. നല്ലപോലെ ഒരു കല്യാണം കഴിച്ച് ജീവിക്ക്. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അതിനൊന്നും മറുത്ത് പറയാതെ പവിത്രടുത്തി അങ്ങ് പോവും. ഇവിടെ വിജിതയ്ക്ക് ഉറക്കമില്ലാത്ത നാളുകൾ കടന്നു കഴിഞ്ഞു. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ സമയത്തായിരിക്കും ഫോണിൻ്റെ വൈബ്രേഷൻ കേട്ടിട്ട് ആരാ വിളിക്കുന്നതെന്നും പറഞ്ഞ് അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുന്നത്. ഫോൺ നോക്കിയപ്പം ദീപൻ. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവൾ. ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ദീപേട്ട എന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടി കൊണ്ടാണ് അവൾ ഫോൺ എടുത്തത്. ഫോൺ എടുത്തതും വേഗം ചോദിക്കും, അല്ല എന്താ ദീപേട്ട ഈ നേരത്ത്? ഇതും പറഞ്ഞുകൊണ്ട് ആണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്